ഡൽഹിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ നടപടി. സ്കൂൾ പ്രിൻസിപ്പലിനെയും 3 അധ്യാപകരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നതായി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. വിനിത വിജി വാർത്തയുടെ അപ്ഡേഷനുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനിത, വിശദാംശങ്ങൾ. ചൊവ്വാഴ്ചയാണ് ഈ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. മെട്രോയ്ക്ക് മുന്നിൽ ചാടിയായിരുന്നു ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നൊരു ആത്മഹത്യാക്കുറിപ്പ് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിലാണ് സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് വലിയ മാനസിക പീഡനം താൻ നേരിട്ടിട്ടുണ്ടായിരുന്നുവെന്നും അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലേക്കൊരു അനുഭവം ഉണ്ടാകരുതെന്നും ആ വിദ്യാർത്ഥി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് 4 അധ്യാപകർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെ 4 പേരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായി പ്രത്യേകം ഒരു അന്വേഷണ സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി ഈ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് പരിശോധിക്കും. ഒപ്പം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ ഡൽഹി സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥി അധ്യാപകരിൽ നിന്നും കടുത്ത മാനസിക പീഡനം നേരിട്ടിട്ടുണ്ടായിരുന്നുവെന്നും പിന്നീട് സ്കൂൾ മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിച്ച് വരികയായിരുന്നുവെന്നും ഈ 10ാം ക്ലാസ്സുകാരന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അധ്യാപകർ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെ കളിയാക്കി, തന്നെ നാടക ക്ലബിൽ നിന്ന് മാറ്റി നിർത്തി. താൻ കരഞ്ഞപ്പോൾ താൻ എത്ര കരഞ്ഞാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മറ്റൊരു അധ്യാപകൻ പറഞ്ഞു. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അധ്യാപകർക്കെതിരെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.